രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മൂത്തോർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണ്. പക്ഷെ ഈ രാമായണം ആദ്യം മുതൽക്കേ മധുരിക്കുന്നതാണ്. മനോഹരമായ കാവ്യത്തിന്റെ മധുരം, വിശിഷ്ടമായ ആശയങ്ങളുടെ മധുരം, എല്ലാത്തിനുമുപരി ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ മധുരം. ആ മധുരങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ പകർന്നു നൽകാൻ ശ്രമിക്കുകയാണ് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ. അത് തൂവി പോകാതെ സ്വീകരിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്നു ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ MG ശശിഭൂഷൺ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർ. സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സർ. പ്രശ്നോത്തര മത്സരം ആരംഭിക്കുകയാണ്. ടീം എ ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര പാലക്കാട്. ടീം ബി അമൃത വിദ്യാലയം തലശ്ശേരി. ഇന്നലത്തെ അതേ ടീമുകളാണ് ഇന്നും മത്സരിക്കാൻ വന്നിട്ടുള്ളത്. ഇന്ന് നല്ല സ്കോർ നേടണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സത്യം കൊണ്ട് ലോകത്തെ, ദാനം കൊണ്ട് ദുഃഖിതരെ, ശുശ്രൂഷ കൊണ്ട് ഗുരുക്കന്മാരെ, കുലയേറ്റിയ വില്ലുകൊണ്ട് ശത്രുക്കളെ സ്വാധീനത്തിലാക്കിയവൻ രാമൻ എന്ന് പറയുന്നതാര്? എ കൈകേയി, ബി മന്ദര, സി ദശരഥൻ, ഡി വിശ്വാമിത്രൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻ എടുത്തിട്ടില്ല. മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഇതൊക്കെ ആരായിരിക്കും രാമനെ പറ്റി പറയാന്നൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. വളരെ ആലോചിച്ചിട്ട്. ഇല്ലെങ്കിൽ ഓപ്ഷനിലോട്ട് പോവാം. ദശരഥൻ. സി ദശരഥൻ ഉറപ്പാണ്. നമ്മൾ ലോക്ക് ചെയ്യുന്നു സി ദശരഥൻ. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നിങ്ങൾക്കപ്പം 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ, മന്നവനു മുന്നിൽ നിന്നില്ലൊരു സംശയം. കൈകേയിയുടെ വാക്കുകളാണിത്. എന്തിനാണ് കൈകേയി ജീവൻ കളയും എന്ന് പറയുന്നത്? എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ, ബി രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിൽ പോകുന്നില്ലെങ്കിൽ, സി രാമനെ യുവരാജാവായി വാഴിക്കുന്നില്ലെങ്കിൽ, ഡി മറ്റെന്തോ കാരണത്താൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ. എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ. ലോക്ക് ചെയ്യട്ടെ. നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഓപ്ഷനിലേക്ക് ഒന്നും പോയിട്ടില്ല. മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ള ഓപ്ഷനിലോട്ട് പോയിട്ടില്ല. എനിവേ ഞാൻ ലോക്ക് ചെയ്യാണ്. ചെയ്തോട്ടെ. ഓക്കെ, ഓപ്ഷൻ എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ. നോക്കാം നമുക്ക് ഉത്തരം ശരിയാണോ എന്ന്. ഉത്തരം തെറ്റാണ്. ഈ ചോദ്യം ടീം എക്ക് കൈമാറുന്നു. ഇതാണ് ചോദ്യം: എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ, മന്നവൻ മുന്നിൽ നിന്നില്ലൊരു സംശയം. കൈകേയിയുടെ വാക്കുകളാണിത്. എന്തിനാണ് കൈകേയി ജീവൻ കളയും എന്ന് പറയുന്നത്? ബി രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിൽ പോകുന്നില്ലെങ്കിൽ, സി രാമനെ യുവരാജാവായി വാഴിക്കുന്നില്ലെങ്കിൽ, ഡി മറ്റെന്തോ കാരണത്താൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിന് പോകുന്നില്ലെങ്കിൽ. ബി രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിൽ പോകുന്നില്ലെങ്കിൽ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. സംശയമുണ്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് വീണ്ടും 1 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട് തന്നെയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭരതനും അയോധ്യവാസികളും വന്നു പോയതിനു ശേഷം ചിത്രകൂടത്തിലെ മുനിമാർ സ്വകാര്യമായി രാമനെ ധരിപ്പിച്ച ഭയം എന്തായിരുന്നു? എ ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം, ബി വനത്തിൽ ഭക്ഷ്യപേയങ്ങൾ അലഭ്യമാകും എന്ന ഭയം, സി നഗരവാസികൾ വീണ്ടും വരും എന്ന ആശങ്ക, ഡി ഹോമപൂജാദികൾ തടസ്സപ്പെടും എന്ന പരാതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
നിങ്ങൾ ഇത്രയും നേരം നന്നായി കളിച്ച ടീമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കാം. തെറ്റു പറയരുത്. ഉറപ്പാണെങ്കിൽ മാത്രം. ഓപ്ഷൻ ഡി, ഹോമപൂജാദികൾ തടസ്സപ്പെടുന്നു എന്ന പരാതി. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ഡി, ഹോമപൂജാദികൾ തടസ്സപ്പെടുന്നു എന്ന പരാതി. നമുക്ക് നോക്കാം. നമ്മൾ ലോക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നായി കളിച്ച ടീമാണ്, നിങ്ങൾക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നൊക്കെ. എനിവേ, നമുക്ക് ചോദ്യം ടീം ബിക്ക് കൈമാറാം. ഭരതനും അയോധ്യവാസികളും വനത്തിനു പോയതിനു ശേഷം ചിത്രകൂടത്തിലെ മുനിമാർ സ്വകാര്യമായി രാമനെ ധരിപ്പിച്ച ഭയം എന്തായിരുന്നു? എ, ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം. ബി, വനത്തിൽ ഭക്ഷ്യപേയങ്ങൾ അലഭ്യമാകും എന്ന ഭയം. സി, നഗരവാസികൾ വീണ്ടും വരുമെന്ന ആശങ്ക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ, കരൺ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. എ, ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പൂജ മുടങ്ങി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതാണ് ആദ്യ കാരണം. ഓക്കെ, ടീം ബിക്ക് 1 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അതിബുദ്ധിമാൻ എന്ന് ശ്രീരാമൻ വിശേഷിപ്പിക്കുന്ന ദശരഥന്റെ വൃദ്ധനായ ആനയുടെ പേരെന്താണ്? ഓപ്ഷൻ എ, ഉച്ചൈസ്രവസ്. ബി, മൃത്യുഞ്ജയൻ. സി, ഐരാവതം. ഡി, മഹാഗജം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ നന്നായിട്ട് കളിക്കുവാണ്. ഒരു രീതിയിലും തെറ്റ് പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുത്തശ്ശിയോട് ചോദിക്കാം അല്ലെ? അപ്പൊ നമുക്ക് പോവാം മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലേക്ക്. ഹലോ സർ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ എന്ന പരിപാടിയിൽ നിന്നും നിത്യദാസാണ് വിളിക്കുന്നത്. കുട്ടികൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചോദിച്ചോളൂ. അതിബുദ്ധിമാൻ എന്ന് ശ്രീരാമൻ വിശേഷിപ്പിക്കുന്ന ദശരഥന്റെ വൃദ്ധനായ ആനയുടെ പേരെന്താണ്? ഓപ്ഷൻ എ, ഉച്ചൈശ്രവസ്. ഓപ്ഷൻ ബി, മൃത്യുഞ്ജയൻ. ഓപ്ഷൻ സി, ഐരാവതം. ഓപ്ഷൻ ഡി, മഹാഗജം. മഹാഗജാണ് ആൻസർ എന്നാണ് ഞാൻ വായിച്ചതിൽ ഓർമ്മ. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ. മഹാഗജം. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഡി, മഹാഗജം. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന്. ഉത്തരം തെറ്റാണ്. സെയിം ചോദ്യം നമ്മൾ ടീം എയോട് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: അതിബുദ്ധിമാൻ എന്ന് ശ്രീരാമൻ വിശേഷിപ്പിക്കുന്ന ദശരഥന്റെ വൃദ്ധനായ ആനയുടെ പേരെന്താണ്? എ, ഉച്ചൈസ്രവസ്. ബി, മൃത്യുഞ്ജയൻ. സി, ഐരാവതം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ, ഉച്ചൈസ്രവസ്. എ, ഉച്ചൈസ്രവസ്. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. എ, ഉച്ചൈസ്രവസ്. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നിങ്ങൾ 2 കൂട്ടരും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ദശരഥ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട ആനയാണ് മൃത്യുഞ്ജയൻ. മൃത്യുഞ്ജയനെ മുന്നിൽ നിർത്തിയാണ് ഭരത ശത്രുഘ്നന്മാര് രാമനെ കാണാനായിട്ട് കാട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ആനയെ കാണുമ്പോൾ തന്നെ രാമൻ ലക്ഷ്മണനോട് പറയും, ഇവർ യുദ്ധം ചെയ്യാൻ വന്നതല്ല, നീ ദേഷ്യപ്പെടണ്ട, കാരണം അച്ഛൻ്റെ ആ പ്രിയപ്പെട്ട ആനയാണ് മുന്നിൽ വരുന്നത് എന്ന് പറയും. അപ്പം അങ്ങനെയാണ് ഒരു തിരിച്ചറിയുന്നത്. കാരണം അച്ഛനുള്ളിടത്ത് നിൽക്കേണ്ടതാണ്. അപ്പം അച്ഛൻ വാസ്തവത്തിൽ അച്ഛൻ മരിച്ചുകൊണ്ടാണ് രാമൻ അറിഞ്ഞിട്ടില്ല. രാമൻ അറിഞ്ഞിട്ടില്ല, അറിയിക്കാനായിട്ട് വരികയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അനശ്വരമായ രാജധർമ്മമായും ലോക ജീവിതത്തിലെ ശ്രേഷ്ഠധർമ്മമായും ശ്രീരാമൻ വ്യക്തമാക്കുന്നത് എന്താണ്? എ, നീതി. ബി, കാരുണ്യം. സി, സത്യം. ഡി, അധികാരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞങ്ങൾക്ക് അറിയില്ല. അറിയില്ല. ഓപ്ഷനിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസാണ് സംസാരിക്കുന്നത്. കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അതിന്റെ ആൻസർ അറിയില്ല. അപ്പം അവർ തന്നെ സാറിനോട് ചോദിക്കും. ചോദിച്ചോളൂ. അനശ്വരമായ രാജധർമ്മമായും ലോക ജീവിതത്തിലെ ശ്രേഷ്ഠധർമ്മമായും ശ്രീരാമൻ വ്യക്തമാക്കുന്നത് എന്താണ്?
നീതി, കാരുണ്യം, സത്യം, അധികാരം. സർ 13 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, നീതി നീതി നീതി. നീതി. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യാണ് എ, നീതി. നമുക്ക് നോക്കാം അല്ലേ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന്. മുത്തശ്ശൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ പങ്കെടുത്തതിൽ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ടീം എക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. സോ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടീം ബിക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അനശ്വരമായ രാജധർമ്മമായും ലോക ജീവിതത്തിലെ ശ്രേഷ്ഠധർമ്മമായും ശ്രീരാമൻ വ്യക്തമാക്കുന്നത് എന്താണ്? ബി കാരുണ്യം, സി സത്യം, ഡി അധികാരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി സത്യം. സി സത്യം. സോ ലോക്ക് ചെയ്യുന്നു സി സത്യം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. എന്റെ രണ്ടാമത്തെ പ്രാണനായ നിന്നിലാണ് എല്ലാ ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമന്റെ വാക്കുകളാണ്. തന്റെ രണ്ടാമത്തെ പ്രാണനും എല്ലാ ഐശ്വര്യങ്ങളുടെയും ഇരിപ്പിടവുമായി രാമൻ ഈ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ? എ ദശരഥനെ, ബി കൗസല്യയെ, സി ഭരതനെ, ഡി ലക്ഷ്മണനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി ലക്ഷ്മണനെ. ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്. ഡി ലക്ഷ്മണനെ. ഏത് സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? പിന്നെന്താ അങ്ങനെ ലക്ഷ്മണൻ എന്ന് പറയാൻ എന്താ കാരണം ഉണ്ടായ? പല സന്ദർഭത്തിലും ലക്ഷ്മണൻ സഹോദരന് കൂടുതൽ അനുഗമിക്കുന്നുണ്ട്. പറയുന്നത് രാമൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം നമുക്ക് നോക്കാം. ശരിയാണ്. സോ ടീം ബിക്ക് 2 പോയിന്റ്. നമുക്ക് ടോട്ടൽ മാർക്ക് അറിയാം. ടീം എ ആദ്യ ദിവസം 8 മാർക്ക്, ഇന്ന് 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ 11 മാർക്ക്. ടീം ബി ഇന്നലെ 2 മാർക്ക്, ഇന്ന് 4 മാർക്ക്, അങ്ങനെ ടോട്ടൽ 6 മാർക്ക്. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം. ടീം എ ഭവൻസ് വിദ്യാമന്ദിർ, മഞ്ഞപ്ര, പാലക്കാട്. ടീം ബി അമൃത വിദ്യാലയം, തലശ്ശേരി. അപ്പം നമ്മൾ ഇന്നലെ വിശദമായിട്ട് തന്നെ പരിചയപ്പെട്ടു. നമുക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ. ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ആശയം വിശദീകരിച്ചോളൂ. അധ്യാത്മ രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നം എന്ന ഭാഗത്തിലെയാണ് ഈ വരികൾ. അപ്പോൾ കൈകേയി മന്ധരയുടെ കുശാഗ്രബുദ്ധിക്ക് വഴങ്ങി ദശരഥ മഹാരാജാവിനോട് വരങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രന്ഥകർത്താവായ ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെ പറയുകയാണ് ഈ വരികൾ: ശിഷ്ടനായുള്ളവൻ എന്നെങ്ങിരിക്കലും, നല്ലവനായാലും നല്ല മനുഷ്യനായാലും സ്വയം ശിക്ഷിതനായാലും അങ്ങനെ സ്വയം നിയന്ത്രണമുള്ള ആളായാലും ദുഷ്ടസംഘം കൊണ്ട് ദുഷ്ടജനങ്ങളോട് കൂട്ടുകൂടുമ്പോൾ കാലക്രമേണ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടും, അത് തീർച്ചയാണ് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ദുർജന സംസർഗം, ദുഷ്ടജനങ്ങളോടുള്ള കൂട്ടുകൂടൽ എത്ര പ്രയത്നിച്ചാലും നല്ല മനുഷ്യൻ അത് ഏറ്റവും അകലവേ എത്ര പ്രയത്നിച്ചിട്ടെങ്കിലും അത് ഉപേക്ഷിക്കണം. അഴുക്കു പറ്റിയ സ്വർണം നിഷ്പ്രഭമാണ്, അതിനതിൻ്റെ ശോഭ പോകുന്നതിന് തുല്യമാണിത്. നമുക്ക് അധപ്പതിക്കാൻ വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കും, പക്ഷേ ഒരു സജ്ജനമാകാൻ വളരെ കാലങ്ങളും ഈശ്വര ഭജനയോടും കൂടി മാത്രമേ അത് സാധ്യമാകൂ. ദുഷ്ടജനമാകാൻ നിമിഷ നേരം കൊണ്ട് അനാവശ്യമായ ചിന്തകൾ വന്നാൽ നമുക്ക് ദുഷ്ടജനമാകാം, അത് തീർച്ചയാണ്.
അതുകൊണ്ട് വളരെ വലിയ അർത്ഥമാണ് എഴുത്തച്ഛൻ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. വെരി ഗുഡ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. രണ്ടും നന്നായിരുന്നു. അപ്പൂപ്പൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലേ ഈ ഒരു സപ്താഹ ഒരു ആ പറയുന്ന ഒരു രീതിയായിരുന്നു. വളരെ മനോഹരമായിരുന്നു പറച്ചിലും ചൊല്ലലും ഒക്കെ തന്നെ. നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം. നമുക്ക് ചോദിക്കാം. ശ്രീകുമാർ സർ. 8 മാർക്ക്. ഈശ്വർജി. 8 മാർക്ക്. ശശിഭൂഷൺ സർ. 8 മാർക്ക്. അപ്പം ആകെ 24 മാർക്ക്. സോ ഇൻ ടോട്ടൽ 48 മാർക്സ്. ഓക്കെ, ഇനി അടുത്തത് ടീം ബിയോടാണ്. നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ, പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ, മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ, പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാധുന. ആശയം വിശദീകരിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യകാന്ഡത്തിലെ ഏതാനും വരികളാണിത്. ശ്രീരാമൻ കൗസല്യോട് സംവദിക്കുന്ന സന്ദർഭമാണിത്. അച്ഛൻ്റെ ഹിതമറിഞ്ഞ് പറയാതെ തന്നെ അത് സസന്തോഷം ചെയ്യുന്നവനാണ് ഉത്തമനായ പുത്രൻ. പിതാവ് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ. പിതാവ് പറഞ്ഞിട്ടും അത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവൻ മാതാപിതാക്കളുടെ മലം എന്നാണ് സജ്ജനങ്ങൾ പറയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഏത് പുത്രനാ? ഉത്തമനും മധ്യമനും അതിനൊന്നും ആടില്ല. അത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഉത്തമ മധ്യമ മധ്യമ പുത്രൻ അങ്ങനെയൊന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ സാർ, അങ്ങനെയൊന്നും ഉണ്ടോ? ഉത്തമന്റെയും മധ്യമന്റെയും നടുക്ക് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഈ യെസ് ഓർ നോ ചോദിച്ചാൽ ഓർ പറയാൻ പറ്റില്ല എന്ന് പറയും. അതൊരു സ്വർഗം ഉണ്ടാക്കിയില്ലേ, തൃശ്ശൂർ ഒരു സ്വർഗം ഉണ്ടാക്കിയിട്ടില്ലേ? ആ, രണ്ടു ഒരു സ്വർഗത്തിൽ പോകാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ പുള്ളി ഒരെണ്ണം ഉണ്ടാക്കിയ താതകാര്യം അനാജ്ഞപ്തമെങ്കിലും താതകാര്യം അനാജ്ഞപ്തമെങ്കിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ, പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ, മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ, പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം ഇദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന. നമുക്ക് ചോദിക്കാം നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നല്ലേ. ഉത്തമ മധ്യമ മധ്യമ പുത്രന് എത്ര മാർക്കാണ് സാർ കൊടുക്കുന്നത്? എന്താ പറയാ, രണ്ടു കൂട്ടർ നല്ലവണ്ണം ചൊല്ലുന്നു. 8 മാർക്ക്. കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ടാലേ ഇതൊരു കോമ്പറ്റീഷൻ കൂടിയാണ്, അതിനൊരു സ്പിരിറ്റും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കുറെ കൂടെ പ്രിസിഷൻ ആയിരിക്കണം. എനിക്ക് 8 തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ 8നും 7നും ഇടയ്ക്ക് നിൽക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ 7 തരും. മര്യാദക്ക് പറയാറുന്നില്ലേ ഉത്തമ പുത്രനാണെന്ന്? അപ്പൊ ആൾക്ക് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വന്നേനെ 8. ഓക്കെ സാർ പറയൂ. ഉത്തമമായ 8 മാർക്ക്. ഉത്തമമായ 8 മാർക്ക്. വെരി ഗുഡ്. അപ്പൊ ടോട്ടൽ 23 മാർക്ക്. ഭവൻസ് വിദ്യാമന്ദിറിന്റെയും അമൃത വിദ്യാലയത്തിന്റെയും ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് രാമായണ നൃത്തശില്പം.
ആയിരുന്നു. നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് സരയു, ഞാൻ 10th പഠിക്കുന്നു. എൻ്റെ പേര് ഋതി, ഞാൻ 8th പഠിക്കുന്നു. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് പാർവണ, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് അഞ്ജലി, ഞാൻ 10th പഠിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ജഡ്ജസിലേക്ക് പോവാം അല്ലേ? അവരോട് ചോദിക്കാം. ശ്രീകുമാർ സർ, 8th +1 ആണെന്നൊന്നും കണ്ടാൽ പറയില്ല. നല്ലൊരു ഗ്രോണപ്പ് കുട്ടികൾ കളിക്കുന്ന ഒരു നൃത്തം അസാധ്യമായിരുന്നു. ഇനി കുറച്ചുകൂടെ ഒരു അതിനകത്തൊരു അഭിനയവശം നിങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. തിയേറ്ററിക്കൽ ആ ഒരു എലമെൻറ്റ് പലതും ഇവിടെ കാണിച്ചതും ഇതെല്ലാം വളരെ നന്നായിരുന്നു. ആൻഡ് മ്യൂസിക് വളരെ സൂത്തിങ് ആയിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഇത്. നല്ലൊരു മ്യൂസിക് നിങ്ങൾ തിരഞ്ഞെടുത്തു. വെരി ഹൈ, എക്സലന്റ്. ഒരു പ്രൊഫഷണൽ ട്രൂപ്പിന്റെ പെർഫോമൻസിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്നു. ശശിഭൂഷൺ സർ, അയോധ്യാവാസികളുടെ ആഹ്ലാദ പ്രകടനം എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു നല്ല ഒരു മാതൃകയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത്. അഭിനന്ദനം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് മാർക്കിലേക്ക്. ശ്രീകുമാർ സർ, 18 out of 20. ഈശ്വർജി, എനിക്ക് 19 തരണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഐ എം റെസിസ്റ്റിംഗ് മൈസെൽഫ് ആൻഡ് ഓൺലി ഗിവിംഗ് യു 18. ശശിഭൂഷൺ സർ, 18 മാർക്ക്. സോ 54 മാർക്ക്. ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.